ചെയ്യുന്നില്ല. മുമ്പിട്ട് എന്തായിരുന്നു? കൃഷിയായിരുന്നു അല്ലേ? നമ്മൾ ഇങ്ങനെ നിങ്ങളുടെ ക്ഷേത്രത്തെ പറ്റി ധാരാളം ദേശത്ത് നമ്മൾ കേട്ട് ആദ്യം അറിഞ്ഞത് നമ്മൾ ചൊയ്ലി ഭഗവതി ക്ഷേത്രത്തിനായിരുന്നു, ചൊയ്ലി ദേശത്തുള്ള. പിന്നെ അതിന് ശേഷം നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രം കൊളത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, അവിടെ നിന്നും ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഭഗവതി ക്ഷേത്രം നമ്മൾ വിഷ്ണുമൂർത്തി ക്ഷേത്രം എടുക്കുന്നുണ്ട്, അതിൽ ഇങ്ങനെ എല്ലാം ആയി നിൽക്കുവാണ്, ഇനി ബാക്കിയുള്ള പണിയും കൂടി ഉണ്ട്. പിന്നെ ഒരു സ്ഥലത്തിൻ്റെ എല്ലാം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ആ സ്ഥലവും ഒന്ന് ആയിക്കഴിഞ്ഞാൽ എല്ലാം ഭഗവതിക്ക് നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ദേശക്കാരെല്ലാം ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് വന്നതാണ് നമ്മൾ. അപ്പോൾ വഴിക്ക് ദേവി ഈ വിളക്കെത്തിക്കുന്ന ആളെ അങ്ങ് അവിടെ കൊണ്ടുപോയി നിർത്തി. നമുക്കറിയില്ല, അദ്ദേഹത്തിനും അറിയില്ല നമ്മൾ വരുന്നത് അദ്ദേഹം വരുന്നത് നമുക്കും അറിയില്ല. നമ്മളാ നല്ല സീനറി കിട്ടുന്ന സ്ഥലമില്ല, അവിടെ നിർത്തിയപ്പോൾ ഇദ്ദേഹം നടന്നിങ്ങനെ വരുന്നു. നമ്മൾ ചോദിച്ചു ഇങ്ങനെ ഭഗവതിൻ്റെ സ്ഥലത്തേക്ക് എങ്ങനെയാണ് വരാൻ? ഞാനവിടെ വിളക്കെത്തിക്കുന്ന ആളാണ്. അപ്പോൾ ദേവിയെ മുമ്പേ ആക്കി. അപ്പോൾ അതേപോലെ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങളെയും ക്ഷണിച്ചതുമല്ലോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാനുള്ളതെന്ന് വെച്ചാൽ ഈ ദേശത്ത് ഈ ഭഗവതി എങ്ങനെ എത്തിപ്പെട്ടു? ഇത് പറയുന്നത് ഈ എടക്കളവൻ എന്ന് പറഞ്ഞ വീട്ടുകാരാണ്. എടക്കളവൻ എന്ന് പറഞ്ഞ തറവാട്ടുകാരൻ അല്ലേ? തറവാട്ടുകാരെ അവര് ആരാധിച്ചു കുടുംബക്ഷേത്രം ആരാധിച്ചു പോകുന്നത്. അത് ഇവിടെ വരാൻ ഐതിഹ്യം. അത് പിന്നെ ഇവിടുത്തെ ഈ നാദാപുരം ലോകനാർക്കാവുന്ന അതിന്റെ പരിസരം എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ട് എടക്കളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അല്ലേ? അവിടുന്ന് ആ പേരിന്ന് ഇവിടെ വന്ന ലോകനാർക്കാവ് മാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല, ലോകനാർക്കാവ് വടകര. വടകര ലോകനാർക്കാവിലമ്മ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളെ ഇന്ത്യൻ ഓഫീസിനടുത്ത് കുറച്ചും കൂടെ. അപ്പൊ അവിടെ പിന്നെ ഇവിടെ ഈ ഭാഗത്തുള്ള മല്ലിശ്ശേരി ഇല്ലെന്നോ അവരിത് കണ്ണൂര് പുതിയൊരു ഉണ്ട്, ഇവിടെ ഇരിട്ടി. പിന്നെ അവിടുത്തെ ഒരു നമ്പൂതിരി അങ്ങനെ യാദൃശ്യ അവിടെ പോയ സമയത്ത് എന്താണെന്നറിയില്ല, അങ്ങോട്ട് പോയ സമയത്ത് ഇവിടെ ഈ ലോകനാർക്കാവിലെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു നായർ സ്ത്രീയെ കണ്ടു. അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അവരെ ബന്ധുക്കളിൽ കണ്ടു. ആ സ്ത്രീ പറഞ്ഞു, എന്നാൽ ഈ നമ്പൂതിരിമാർ സംബന്ധം ഇല്ല, അതായിട്ട് ഞാൻ നിൽക്കൂല, എന്നാൽ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുപോയെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. അങ്ങനെ അവരുടെ അമ്മാവന്മാർ അവരെ കല്യാണം കഴിച്ചു. അങ്ങനെ ആ മാടത്തിൽ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ആ നമ്പൂതിരിൻ്റെ വ്യക്തിപരമായിട്ടുള്ള 600 സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു വീടെല്ലാം വെച്ച് ഇവിടെ താമസിച്ചു. ആ സ്ത്രീ വരുമ്പോൾ അവരുടെ കൂടെ അവിടുത്തെ ദേവി ഇങ്ങോട്ട് വന്നു. അവര് പടിഞ്ഞാക്കാലേക്ക് കൂടെ വന്നു. അതുകൂടെ സാധാരണ. പക്ഷേ ഇത് എനിക്കിവിടെ വന്ന് ദേവിപ്പണിക്കുണ്ടായ ഒരു അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ കൊടുങ്ങല്ലൂർ അമ്മയോ ചൊല്ലനിക്കര അമ്മയോ ഒക്കെ ഒരു സാമ്യം ഇല്ലാതെ ഈ രണ്ടാള് ഒരാൾ തന്നെയാണ്, എന്നാലും രണ്ട് ഭാവത്തിലാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്, ലക്ഷ്മിയുണ്ട്, ദുർഗയുണ്ട്. ഒരു ഭാവത്തിലാണ് എനിക്ക് തോന്നിയത്. പുതിയ ഭഗവതി എന്ന് പറയാൻ നമ്മൾ എന്താ കാരണം? പുതിയ ഭഗവതി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഭഗവതിയുടെ പേര് സ്വീകരിച്ച് ആ രൂപത്തിൽ പ്രതിഷ്ഠിച്ചു. കാരണം ലോകനാർക്കാവിലെ അമ്മയുടെ രൂപത്തിൽ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ലോകനാർക്കാവിലെ അമ്മ എന്നല്ലേ ഇത് ഞങ്ങൾ വിശ്വസിക്കുന്ന. അല്ല, എനിക്കും തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. ലോകനാർക്കാവിലെ അമ്മ തന്നെയാണ് ഉള്ളതെന്ന് എനിക്കൊരു ഞങ്ങളുടെ വിശ്വാസം. അതെ. പക്ഷെ ഇത് ഒരു നമ്പ്യാർ സമുദായങ്ങൾ വെച്ച് പൂച്ച ക്ഷേത്രമല്ലേ ഈ തറവാട്ടിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ? അവര് പറയുന്നത് ഈ തച്ചോളി ഉദയനന്റെ കുടുംബമില്ല. അപ്പൊ തച്ചോളി ഉദയനന്റെ ഒരു പറക്കാത്ത സഹോദരൻ, വേറെ അച്ഛൻ മകൻ, പിന്നെ അവരുടെ മരുമകളാന്നാ പറയുന്നത് വന്നിരിക്കുന്നത്. പക്ഷെ അവരത് പടിയടിച്ച് പിണ്ടം വെച്ചു എന്നാ പറഞ്ഞത്. അതായത് വെച്ചാൽ അവരെ അവിടുന്ന് അടിച്ചു ഓടിച്ചു. അതായത് മറ്റൊരു സ്ഥലത്ത് നിന്ന ഒരു കുടുംബമാണ്. തച്ചോളി തറവാടുമായിട്ട് ബന്ധമില്ല, എന്നാലും പറയുമ്പം ആ ഒരു അവകാശം നമുക്ക് പറയാം. അത്രേ ഉള്ളൂ. തച്ചോളി തറവാടുമായിട്ട് ബന്ധമില്ല. ഈ കണ്ടാശ്ശേരി ചാപ്പന്റെ മരുമാടിയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഇവിടെ വന്ന് ഈ നമ്പൂതിരി ഈ അവർക്ക് ഉത്തരാവകാശം കൊടുക്കാണ് 600 ഏക്കർ സ്ഥലം. പക്ഷെ ഇവിടുന്ന് നമുക്കിവിടെ വന്നപ്പോ അമ്മ പറഞ്ഞത് എന്റെ സ്ഥലം പലതും പലയാളുടെ കയ്യിലാണുള്ളത്, ഇനിയുണ്ട് സ്ഥലം നമുക്ക് എന്നാ പറയുന്നത്. അത് കണ്ണത്താ ദൂരത്ത് സ്ഥലം 600 ഏക്കർ എന്നാണ്. പിന്നെ അങ്ങനെ പറയുന്നത് ഇടയ്ക്ക് ഇപ്പൊ ഇവിടെയുള്ള സ്ഥലം ഇല്ല, 1 ഏക്കറേ ഉള്ളൂ. അത് ബാക്കി എത്രയേറെ പോയി? ബാക്കി കുറെ
പക്ഷെ അന്നത്തെ കാലത്ത് ചിലവര് അന്നത്തെ കാലത്തുള്ള പട്ടയങ്ങൾ അത് കുറെ സ്ഥലം കെടുകാര്യസ്ഥത കൊണ്ട് പോയി അതെ കുറെ പിന്നെ ഇതിന് കണക്കും ഇതിന് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഏത് ചെർക്കൽ കോവിലത്തിന്റെ അധീനത്തിൽ വരുന്ന സ്ഥലമാണോ ഇത് അത്രയും? അതെ അല്ലെങ്കിൽ പിന്നെ പഴശ്ശി രാജാവിന്റെ അല്ല ചെർക്കലിന്റെ ഇതിൽ വരുന്നത് അല്ലെ? ചെർക്കൽ കോവിലത്തിന്റെ ഇതിൽ തന്നെയാണ് ഇത് വരുന്നത് അല്ലെ? ഇവിടെ പിന്നെ ഏത് മാസമാണ് ഉത്സവം നടക്കുന്നത്? വൃശ്ചിക മാസം അല്ലേ? തെയ്യം എത്ര തെയ്യങ്ങളാണ് കയ്യില്? 5. ഒന്ന് വലിയ ഒന്ന് പുതിയ ഭഗവതി, പിന്നെ അതിന്റെ പരിവാരങ്ങളായിട്ട് വീരൻ, വീരാടി, ഭദ്രകാളി 3. പിന്നെ നാഗദേവത്വം ദൈവമുണ്ട്, ഒരു സർപ്പക്കാവുണ്ട്. അവിടെ തെയ്യൊന്നുമില്ല, അവിടെ സർപ്പ പൂജയുണ്ട്. എത്ര ആൾക്കാർ ധാരാളം ജനങ്ങൾക്ക് അന്നദാനം കൊടുക്കലും പോകുന്നത്? അന്നദാനം ഇവിടെ അത് എങ്ങനെയാണ്? അത് തെയ്യായ ദിവസം 3 ദിവസം? ഒറ്റ ദിവസമാണ് തെയ്യ ദിവസമല്ലേ? ഒരു ദിവസം. ഒറ്റ ദിവസം. പണ്ട് കാലത്ത് 3 ദിവസം ഉണ്ടായിരുന്നോ? ഇല്ല. പണ്ട് കാലത്ത് പറയുന്നത് ചുഴലി ഭഗവതി ക്ഷേത്രമായിട്ട് ഒരു ബന്ധം പറയുന്നത്. ഇവിടെ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ഇതില്ല, പുത്തരി ഈ കാവ് വകയാണ് നടക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, അന്ന് ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമായ സമയത്ത് ഇവിടെ എന്തോ പോക്കുണ്ടായിരുന്നു പണ്ട് കാലത്ത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ അവിടെ പോയി പാൽപ്പായസം കഴിച്ചിട്ട് ഇവിടെ ത്രയായ ദിവസം രാവിലെ ഇവിടെ നിന്ന് കമ്മിറ്റിക്കാർ അവിടെ പോകും. എന്നിട്ട് അവിടെ ഒരു 3 ആ ഒരു ബന്ധം ഉണ്ടാവണം. നമ്മളെ ലക്ഷ്യം അതാണ്. ചുഴലി ഭഗവതിക്കും പറയാനുള്ളത്. ഇപ്പം ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ കൂട്ടർ കാണുന്നുണ്ട് വീഡിയോ. ആ കാണുന്ന കൂട്ടരോടും ഞാൻ പറയാനുള്ളത്, പുതിയ ഭഗവതി നിങ്ങളെ തൊട്ട് അടുത്തുള്ള പുതിയ ഭഗവതിയിൽ നിങ്ങളും വരിക, ഇവിടുത്തെ കമ്മിറ്റിക്കാർ അവിടെയും വരും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സത്സംഗം കൊണ്ടാവണം. സത്സംഗം കൊണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം നമ്മളുടെ ക്ഷേത്രങ്ങളും മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ പലരുടെയും കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് പല ക്ഷേത്രങ്ങളും. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രമൊക്കെ പറഞ്ഞിട്ടില്ലേ, പല മതക്കാരുടെ കയ്യിലാണുള്ളത്. അപ്പം അതുപോലെ പല ആൾക്കാരുടെ കയ്യിലാണുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരസ്പരം നിങ്ങളെ കൂട്ടത്തിൽ തന്നെ തമ്മമ്മ അടിയുള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒത്തൊരുമയോട് കൊടുക്കുക. നമുക്ക് ആരും വേണ്ട, നമുക്ക് ഭഗവാൻ തന്നാൽ നമുക്ക് അത് മാത്രം മതി അല്ലേ? നമ്മുടെ കയ്യിൽ കൂടെ മതം വേണ്ടെന്നായി. അത്രയേ ഉള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ആരും ചോദിക്കാനോ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ നമ്മൾ വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളതായ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാം. പക്ഷെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കയറി വരരുതെന്നേ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സഹായങ്ങൾ നമ്മൾ സ്വീകരിക്കും. നിങ്ങൾ മര്യാദയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും അല്ലേ? അത് നിങ്ങൾക്ക് സഹായം ചെയ്തു തരുന്നതിന് ഒരു തടസ്സം നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ആ സഹായം സ്വീകരിക്കും. നിങ്ങളിപ്പോ കുറച്ച് പാരമ്പര്യമായിട്ടുള്ള സ്വത്തുണ്ട്. അത് ഇപ്പൊ വെറുതെ അതിന് ഉടമസ്ഥരില്ലാണ്ട് കിടക്കുന്നു. അത് പഴയ രേഖയിലും നമ്മൾ ഏകദേശം വന്നിട്ടുണ്ട്. പക്ഷെ നികുതി വെച്ച് കിട്ടിയില്ല. അത് കിട്ടും. അതും ഭഗവതി തന്നെ ശരിയാക്കി തരും. വിശ്വാസന കിട്ടും. അത് ശരിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5-8 ഏക്കർ സ്ഥലം അതും കൂടി വരും. 10-30 ഏക്കർ വരേണ്ടത് 38 മേലെ വരേണ്ട സ്ഥലമാണ് നിങ്ങളുടെ കയ്യിലേക്ക്. അതിലും പല വീടും കാര്യങ്ങളും അതിലായി പോയിട്ടാണ്. ഇത് കിട്ടട്ടെ. ഏത് ഭാഗത്താണ് ഉള്ളത്? അത് ഇതിന്റെ വടക്ക് നിത്യകോണിൽ, അതായത് ഈ ഭാഗത്തുള്ളത് അല്ലേ? അതായത് നിത്യകോണിലാണ് ശരിക്കും സ്ഥലമുള്ളത്. ഈ പറഞ്ഞ സ്ഥലമുള്ളത് ആ ഭാഗത്ത് റോഡിന് അത്. പിന്നെ പണ്ട് കാലത്ത് ഇവിടെ ഈ കോട്ടുകളും പണ്ടെല്ലാം ഓലപ്പരയായിരിക്കും. അല്ല, ഞാൻ കണ്ട് ഇവിടെ കയറി വരുന്നത് എനിക്ക് കണ്ട അനുഭവം എന്ന് വെച്ചാൽ ഒരു ചാപ്പ പോത്തൊരു വീട്, ഒരു ചാപ്പ പോത്ത്, അതും ചാണം മെഴുകിയെടുത്തത്, പാള കൊണ്ട് നമ്മൾ മെഴുകിയെടുക്കൂല, അതുപോലെ മെഴുകിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൽവിളക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. കൽവിളക്ക് വെച്ചാൽ ഒരു കല്ല് വെച്ചിട്ട് കല്ലിന് മുകളിലൊരു വിളക്ക് തിരി കത്തിക്കോളാം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. അത് പിന്നീട് ഒരു ഓട്ട് രൂപത്തിൽ ഞാൻ പിന്നെ ഇവിടെ കണ്ടു. പിന്നെ അതിനുശേഷമാണ് ഈ രൂപത്തിൽ ഞാൻ കണ്ടു. ഇങ്ങനെ തന്നെയാണോ? ഞാൻ പറഞ്ഞ പോലെ തന്നെയാണോ ഉണ്ടായത്? ആദ്യം അങ്ങനെയായിരുന്നു. ഇവിടെ അവിടെ പടിഞ്ഞിട്ടായിരുന്നു. പിന്നെയാണ് അത് ഇവിടത്തേക്ക് മാറ്റി. പടിഞ്ഞാറ്റത്തെ ഭഗവതി എന്നല്ലേ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെ ആയിരുന്നു ആദ്യം ഉണ്ടായത്, പടിഞ്ഞാറ്റത്തെ ഭഗവതി എന്നാണ്. കാരണം ചെറിയൊരു വലിയ വീടൊന്നുമല്ല, ഒരു ചെറിയൊരു ചാപ്പ പോലത്തെ വീടാണ്. അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇവിടെ വീടിലെ ഈ ഭാഗത്തുള്ള കൃഷിയും കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് ഇവിടെ കൃഷി സ്ഥലം ഈ വയലിൽ ഈ അമ്മേൻ്റെ എന്തായാലും നിങ്ങൾ ഏകദേശം ഒരു 1000-ത്തിലധികം ആൾക്കാർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവില്ലേ ഈ പ്രതിഷ്ഠാദിനമായിട്ട് നിങ്ങൾ എപ്പോ കാണുന്നത്? ആ ദിനം അതെപ്പോ വരുന്നത്? അത് വരുന്നത് മകരം 20 അല്ലേ? ഇത് നല്ല സമയത്ത് തന്നെയാണല്ലോ. ഇത് പിന്നെ എങ്ങനെ നാട്ടുകാരുടെ കമ്മിറ്റിയാണോ അല്ലെങ്കിൽ ട്രസ്റ്റാണോ? അല്ല, കുടുംബക്കാരുടെ ട്രസ്റ്റ്. എത്ര കുടുംബങ്ങളാണ് ഇതിലുള്ളത്? ഇപ്പോ എന്തായാലും 100-500 വീട്ടിലധികം അധികം ആൾക്കാരുണ്ട്.
കുടുംബങ്ങൾ എടുത്തിട്ടാണോ ഈ ക്ഷേത്ര ഉത്സവം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? പിന്നെ ഊരളന്മാരുണ്ടോ? കുടുംബം തന്നെ ഊരളന്മാരായിട്ടുള്ളത് അല്ലേ? എന്തായാലും നിങ്ങൾ ചെയ്തതിനും ഈ ദേശത്തിന്റെ പ്രകാശം നിങ്ങളെ ഈ ക്ഷേത്രം കൊണ്ട് തന്നെയാണ് നമുക്കിവിടെ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനൊന്നല്ല ആവേണ്ടത്. ഇതിലും വലിയ എന്തൊക്കെയോ ഇവിടെ വരാനുള്ളതാണ്, എന്തൊക്കെയോ ഇതിലോ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എവിടെ പറഞ്ഞാൽ നമ്മളെ പകുതി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ആ തറവാട്ടുകാർ ഒത്തൊരുമയും സ്നേഹത്തോടു കൂടിയാണ് നിൽക്കുന്നത് ചെയ്ത് കുറച്ചുകൂടെ അങ്ങനെ ആയിട്ടുള്ള ഉണ്ട്. അത് ശരിയായി ഇനിയും വരാൻ അങ്ങനെയല്ല, ഇനിയും കുറെ ആൾക്കാർ വരാനുണ്ട് ഇതിനുള്ളിലേക്ക്. അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് കാണാതെയോ അറിയാതെ ഇപ്പൊ സ്ഥലം മാറിപ്പോയി കൂടുതലുണ്ട്, അതെല്ലാം എത്തിപ്പെടാനും. അപ്പം അവരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ദേശത്തിന്റെ പേരെന്ന് പറഞ്ഞ എടക്കളം ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതീവ പോസ്റ്റ് ജാനതിയിലെ ഭഗവതിയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളിപ്പം കടാങ്കോട്ട് മാക്കെന്നെല്ലാം പറയുന്ന പോലെ അല്ലെ, പിന്നെ കളരി വർക്കെന്നെല്ലാം പറഞ്ഞ പോലത്തെ ഒരു ക്ഷേത്രമായിരുന്നു. ഇതെന്ന് വെച്ചാൽ സംക്രമത്തിന് മാത്രമേ ഇവിടെ വിളക്ക് തിരിയും കാര്യങ്ങളൊക്കെ 500 വർഷത്തോളം പഴക്കമുണ്ട് ഇവിടുത്തെ. ഇത് ഏകദേശമുള്ള ഒരു അറിവാണ്, അതിലും മേലെ ഉണ്ടാവാം ചിലപ്പോൾ അല്ലെ, നമുക്കറിയില്ല. ഇത്രയോ അറിയാം, നമുക്ക് നമ്മളറിവിലുള്ളൂ. അപ്പം അതുകൊണ്ട് പണ്ട് കാലത്ത് കാവുകളും ഒക്കെ പറഞ്ഞ കൃഷി കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്ക് കാണാനുള്ളത് നാഗത്തിന്റെ കൂടി കണ്ട്, നാഗത്തിന്റെ മുകളിലെ തറയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതും കൂടി നമ്മൾ കാണിച്ചു തരാം. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഇവിടെ നമുക്ക് എന്താ ഇവിടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ സന്തോഷം. ഇതിപ്പോ വിഷ്ണുമൂർത്തിയുടെ ഇതാ ചെയ്തോണ്ടിരിക്കും പ്രശ്നത്തില് വിഷ്ണുമൂർത്തി സാന്നിധ്യം ഉണ്ട്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് നാട്ടുകാരുടെ വീട്ടുകാരുടെയും എല്ലാ സഹായത്തോടും 5-6 ലക്ഷം രൂപ വേണം. ഏഷ്യ ഇപ്പൊ നമ്മൾ ചുമരോളം മുത്തിച്ച് ഇനിയിപ്പോ മരത്തിന്റെ പണിയാണ് അല്ലെ, മരത്തിന്റെ ഓടിന്റെ പണിയാണ് നടക്കുന്നത്. പിന്നെ ഡോറിന്റെ അല്ലെ, അത് ബാക്കിയുള്ളതാണ്. കക്കോൽ എത്ര വരുന്നത്? എത്ര കക്കോല വരുന്നത്? ചെറിയ അല്ലേ? ഇരുമ്പിന്റെ എന്ന് പറഞ്ഞാൽ കഴുക്കോലിട്ട് അതേ മോഡൽ. പക്ഷെ ഞാൻ പറയാം, അത് മരുന്നിന് കിട്ടും അങ്ങനെ ചെയ്യുന്നില്ല അല്ലെ, ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ. അതിനേക്കാൾ ഇരുമ്പൊന്നും പിടിക്കും, നല്ല സ്റ്റീലിന്റെ ഈ മോഡൽ തന്നെ ഇതുപോലെ തന്നെ കഴുക്കോലുണ്ടാവും. പിന്നെ തേക്കിന്റെ പെയിന്റ് എല്ലാം ഇതേപോലെ ഉണ്ടാവും അല്ലെ. ആരാ ഉണ്ടാക്കുന്നത്? അത് ഇവിടെ ഇടിയങ്ങ അവര് കുറെ ക്ഷേത്രത്തിൽ പോയി കണ്ടു അല്ലെ. അവര് നമ്പറിനെ ഒന്ന് പറഞ്ഞു തന്നെ, നമുക്കും ആവശ്യമുണ്ട്. ഇനി മറ്റുള്ള ക്ഷേത്രത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് കാണിക്കാനും. അദ്ദേഹത്തിന്റെ പേരെന്താ പറഞ്ഞ? ഒരാളുടെ പേര് മണി, വേറൊരാളുടെ പേര് ജഗദീഷ് അല്ലേ. ഇതിപ്പം ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞത് നമുക്കൊരു പുതിയ അറിവാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കും അത് ഏറ്റവും വലിയ ഗുണമാണ്. മണിയാട്ടിനും അത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ മറ്റുള്ള ക്ഷേത്രക്കാർക്കും ഇതുപോലെ ഇതൊന്നും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു വഴിയും കൂടിയാണ് ഇദ്ദേഹം പറഞ്ഞു തന്നത്. അത് നമ്പർ ഇപ്പം ഇദ്ദേഹം പറഞ്ഞു തരും. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരാം. ഇവിടുത്തെ ജനങ്ങളെ വിളിച്ചാൽ കിട്ടുന്നത്. ഇനി അഥവാ ജനങ്ങൾ ഒരു ബസ് നിറയോ അല്ലെങ്കിൽ ഒരു കാർ നിറയോ അല്ലെങ്കിൽ നടന്നു വരുന്നുണ്ടെങ്കിൽ പോലും അത് ഇവിടെ എത്തിച്ചേരാനുള്ള വഴിയും സംക്രമ സമയത്ത് എങ്ങനെ വരണമെന്നുള്ള ഒന്ന് പറഞ്ഞായി. ഒന്ന് ഏത് അങ്ങോട്ട് നോക്കി പറഞ്ഞോളൂ. ഫോൺ നമ്പർ 9544964331 അല്ലേ. ഇതാണ് നമ്പർ. അപ്പൊ ഇനി നമ്പർ വേറെ നമ്പർ ഉണ്ടോ? അത് മതി അല്ലെ, ഈ ഒരു നമ്പർ മതി. ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ പേരെന്താ പറഞ്ഞു? ചന്ദ്രഹാസ് എന്ന ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇദ്ദേഹം ക്ലിയർ ചെയ്ത് തരും. ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു തരും. ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ സംക്രമ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉത്സവ സമയത്ത് നിങ്ങൾ ഇവിടെ അന്നദാനം കൊടുക്കുമ്പോൾ അതിനൊന്നും സഹായങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടുത്തെ മൂർത്തിയെ വെട്ടിയടിക്കുമ്പോൾ പുറത്തുള്ള കൂടി ചെയ്യലുണ്ടോ? ആ പുറത്തുള്ള കൂട്ടർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം കൂടിയുണ്ട്. നിങ്ങൾക്ക് അപ്പം കളിയാട്ടത്തിൽ നിങ്ങൾക്ക് ഏത് ദേവതയാണോ നിങ്ങൾക്ക് വിഷ്ണുമൂർത്തി ഇപ്പം അപ്പൊ വിഷ്ണുമൂർത്തിയുടെ പണി പൂർത്തിയാക്കണം. അപ്പൊ അതെ അതെ ചെയ്യുന്നുണ്ട് അല്ലേ. അല്ല അപ്പൊ ഭഗവാൻ ഇനിയിപ്പോ ഈ പുതിയ വർഷം കൂടി വരുമ്പോ ഭഗവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പുതിയ വർഷം വരുമ്പോ ഭഗവാന്റെ പിന്നെ ഇതൊന്ന് ശരിയാക്കി തരണം. ഈ വൃശ്ചിക 27 അവിടെ തന്നെ വിഷ്ണു അതെ പുതിയതായിട്ട് ഈ വർഷത്തോടുകൂടി തന്നെ 2025 ഭഗവാൻ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ പറയുന്നത്. കാരണം അപ്പൊ നിങ്ങൾക്ക് സഹായം പറ്റുമെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് വിളിക്കുക. ഇതിൽ തന്നെ അല്ലേ ഗൂഗിൾ പേയിൽ, ഇതിൽ തന്നെ ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ഉണ്ട്. പിന്നെ നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് ഇതിൽ പൈസ ഇട്ടാൽ മതി. കാരണം അദ്ദേഹം കൃഷിയും കാര്യങ്ങളായിട്ട് നടക്കുന്ന ആളാണ്. ഇതായിരുന്നു ഐശ്വര്യൊന്നും തീരുമാനിട്ടുണ്ട്. ഇപ്പോൾ പേര് അതെ പേര് ഇവിടെ കണക്ക് കാണിക്കേണ്ടിയാണ്. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു
അത് മാത്രമല്ല നിങ്ങൾ വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞാൽ മതി. കരിങ്കൽ വിഷ്ണുവിനുള്ള ഇല്ല, ഗുളികനില്ല അല്ലേ? ചൊവ്വ വിളക്കുള്ളൂ അല്ലേ? ഗുളികനില്ല അല്ലേ? ഗുളികനില്ല. സംക്രമ പൂജയും സംക്രമ പൂജ വഴിപാടായിട്ട് ചെയ്യാം. സംക്രമ പൂജ വഴിപാടായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചൊവ്വ വിളക്ക് എല്ലാ ചൊവ്വ ചെയ്യാം. അല്ല, ചൊവ്വ വിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 2 പ്രാവശ്യം. ഒരു ചൊവ്വ വിളക്ക് എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിനിടയിൽ 2 പ്രാവശ്യം. ഒന്ന് വിഷുവിന്, ഒന്ന് തുലാപ്പത്തിന്, ഒന്ന് വിഷുവിനും ഒന്ന് തുലാപ്പത്തിനും ആണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ, ഭഗവതിന്റെ അനുഗ്രഹത്താൽ ഇത്രമ്പരായി വന്നു. ഇനിയിപ്പം വേഗം നമുക്ക് വിഷു ഇത് പിന്നെ വൃശ്ചികമാകുമ്പോൾ ഭഗവാനെ അവിടെ ഇരുത്താനുള്ള ഒരു വഴിയാണ് നമ്മൾ ചോദിക്കുന്നു. അതിവേഗം തന്നെ നിങ്ങൾ പിന്നെ അമാന്തത കാണിക്കരുത്. ഡയറക്റ്റ് വന്ന് കൊടുക്കാൻ പറ്റുമ്പോൾ അതും കുഴപ്പമില്ല കേട്ടോ. എന്നാൽ നല്ല നമസ്കാരം. ഇങ്ങോട്ട് പേര് പറയും. ചന്ദ്രഹാസ്. നമ്മളെ പേര് അറിയാലോ. എന്നാൽ നല്ല നമസ്കാരം. ശിവോഹം.